Hey all, let's make beef quesadilla at home today. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അണിയൻ ഫ്ലേക്സ്, ഒറിഗാനോ, തൈം, ഗാർലിക് പൗഡർ, പാപ്രിക്ക. ഇവിടെ പാപ്രിക്ക വിത്ത് ചീസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ സോൾട്ട്, ചില്ലി പൗഡർ, ഗരം മസാല, കൊറിയാണ്ടർ പൗഡർ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ആവശ്യത്തിന് മാത്രം. ലെമൺ സ്ക്വീസ് ആഡ് ചെയ്യാം, ഇറ്റ്സ് ഓപ്ഷണൽ. ഒരു 30 മിനിറ്റ്സ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഹാഫ് അനിയൻ സ്ലൈസ് ചെയ്തതും ഒരു ബെൽ പെപ്പറും നല്ലപോലെ സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു മാറ്റി വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. എഗെയിൻ സോട്ട് ഇറ്റ് നൈസ്ലി. ഒരു 6 to 7 മിനിറ്റ്സ് ആണ് കേട്ടോ ഒരു ബീഫിൻ്റെ ഒരു ഫ്രൈ ചെയ്ത് വരാനുള്ള ഒരു ടൈം. നല്ല പോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോഴത്തേക്കും വേറൊരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് നമ്മൾ നമ്മുടെ തോർത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ എന്താ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചീസ് ആഡ് ചെയ്തു. ദെൻ നമ്മുടെ ബീഫ്, അതിൻ്റെ ടോപ്പിങ്സ് പോലെ ചീസ് വീണ്ടും ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഷെഡാർ ചീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതായിപ്പോൾ നമ്മുടെ തോർത്തി ഒരു കാരമൽ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. വാവ്, നല്ല ചീസി ജ്യൂസി quesadilla ആയിട്ടുണ്ട് നമ്മുടെ. ഗൈസ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി ടേസ്റ്റി, യമ്മി, ഡിലീഷ്യസ്. quesadilla, so nice. അപ്പോൾ ബൈ ഗൈസ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. See you in next video.